ഇവിടെ ഒരു പുള്ളിക്കാരൻ രാത്രിയിൽ വളരെ വേഗത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഫോളോ ചെയ്യുന്നയാള് പതിയെ ഒരു കത്തിയൊക്കെ എടുത്ത് ആ പുള്ളിക്കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. ശേഷം അയാളുടെ ഡെഡ് ബോഡി അവിടെ നിന്നും വലിച്ചുകൊണ്ട് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ഒരു വലിയ വാനില് ഔട്ടിങ്ങിനെത്തിയ ഒരു ഫാമിലിയെ കാണിക്കുന്നു. കെയ്ത്തും ഫാമിലിയുമായിരുന്നു അത്. അവരാളൊഴിഞ്ഞൊരു സ്ഥലത്ത് വണ്ടിയൊക്കെ നിർത്തിയതിനു ശേഷം കെയ്ത്ത് എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് കുക്ക് ചെയ്യുന്നു. ഫുഡൊക്കെ റെഡിയായി എല്ലാവരും കഴിക്കാൻ ആരംഭിച്ചപ്പോഴാണ് മകൾ എയ്മി എനിക്കിപ്പോ വിശക്കുന്നില്ല, എന്റെ വയറ് ഓൾറെഡി നിറഞ്ഞിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്നും ദൂരേക്ക് മാറിപ്പോയി ആരും കാണാത്ത സിഗരറ്റ് വലിക്കുന്നു. ബാക്കിയുള്ളവര് ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം അങ്ങോട്ടേക്ക് രണ്ട് സ്ട്രേഞ്ചേഴ്സ് കയറി വരുന്നു. അവരവരുടെ ഫ്രണ്ടിനെ അന്വേഷിച്ചു വന്നതാണ്. പുള്ളി ഇന്നലെ രാത്രി മുതൽ മിസ്സിംഗ് ആണ്. ഇവര് സംസാരിക്കുന്നത് ഓൾറെഡി കൊല്ലപ്പെട്ട നമ്മൾ ആദ്യമേ കണ്ട ആ പുള്ളിക്കാരനെ പറ്റിയായിരുന്നു. കെയ്ത്ത് ഇവരോട് ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായി, എങ്കിലും ഞങ്ങളാരെയും കണ്ടില്ല എന്നെല്ലാം പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇവരാണെങ്കിൽ അതും ഇതും എല്ലാം പറഞ്ഞ് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. കെയ്ത്തിന്റെ മകൻ ഇവർക്ക് ഓരോ ചോക്ലേറ്റ് സമ്മാനിക്കുന്നു. അവരാ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മകൾ എയ്മി അങ്ങോട്ടേക്ക് വന്നത്. മകളെ കണ്ടതും കെയ്ത്ത് അവളോട് വണ്ടിയിലിരിക്കാൻ ആവശ്യപ്പെടുന്നു. എയ്മി ആ വണ്ടിക്കകത്തേക്ക് കയറി പോകുന്നു. ഇത് കണ്ടതും ആ വന്ന സ്ട്രേഞ്ചേഴ്സ് പറയാണ് ഞങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്, ഞങ്ങൾക്ക് ഈ വാൻ ഒന്ന് സെർച്ച് ചെയ്യണം എന്നെല്ലാം. ഇത് കേട്ടതും കെയ്ത്ത് ആണെങ്കിൽ വളരെ സമാധാനത്തില് ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്, ഞങ്ങൾ ആരെയും കണ്ടില്ല എന്നൊക്കെ പറയുന്നു. ഇത് കേട്ടതും ആ വന്ന സ്ട്രേഞ്ചേഴ്സ് അവിടെ നിന്നും പോകുന്നു. ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് കെയ്ത്തും ഫാമിലിയും അവിടെ നിന്നില്ല. അവരും പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് യാത്രയായി. എന്നാൽ കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവര് പോകുന്ന റോഡിന്റെ നടുവിലായിട്ട് ആ സ്ട്രേഞ്ചേഴ്സ് വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഒരാള് അവരുടെ വണ്ടി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ള ആളുടെ കയ്യിലാണെങ്കിലോ ഒരു വലിയ തോക്കും.